പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ കീ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അത് ബാക്കിയുള്ളവരുടെ മാർക്കൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ താഴെ എൻ്റർ ചെയ്യാൻ നേരത്ത് ബാക്കിയുള്ളവരുടെ മാർക്ക് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടൊരു ആവറേജ് മാർക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് വായിച്ചു പോകാം. ഒന്നാമത്തെ ചോദ്യം, സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരെന്തെന്നാണ്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്പറേഷൻ കാവേരിയാണ്. ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ കാവേരി. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്തത് സിദ്ധുവും കാനുവുമാണ്. താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ്. നാട്ടുകൂട്ടം ഇളക്കം വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീറാണ്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് ഓഫറിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. എട്ടാമത്തെ ചോദ്യം, പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന അക്ഷാംശം ചോദിച്ചാൽ അത് 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് ആണ്. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ ഇവയെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായിട്ടുള്ള സോൻമാർഗ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ്. ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണ് ഇനം ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ചോദിച്ചാൽ അത് പരുത്തിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇവയെല്ലാം വരുന്നുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2023 G7 ഉച്ചകോടിയുടെ വേദി ഹിരോഷിമയാണെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഡേറ്റ് ചോദിച്ചാൽ 1975 സെപ്റ്റംബർ 9 ഓപ്ഷൻ എ ആണ്. KSSMൻ്റെ ഫുൾ ഫോമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് ചോദിച്ചാൽ 25/5/2015 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് 43 വകുപ്പിനകത്താണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് 36 മുതൽ 51 വരെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് 49 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചോദ്യത്തിൽ വരുന്ന ഉത്തരം അത് ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 73ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. തുല്യ ജോലിക്ക് തുല്യവേതനം ആർട്ടിക്കിൾ 39D. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അൻബേദ്കറാണ്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിൽ വെച്ച് നടക്കുന്നു? അണ്ടവാഹിനി കുഴലിൽ വെച്ച് നടക്കുന്നു. 33ാമത്തെ ചോദ്യം ക്യാൻസലാണ്. ഏത് ജീവകമാണ് ടോക്കോഫെറോൺ എന്ന് പറയുന്നത്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ചോദ്യം. മീനമാത രോഗം, ഇത് മീനമാറ്റ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ മീനമാതയാണ്. അത് ഹൈഡ്രാജുറം അല്ലെങ്കിൽ മെർക്കുറി മലിനീകരണമാണ്. മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. 2 പ്രസ്താവന തന്നിട്ടുണ്ട്, അതിൽ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 മാത്രമാണ് ശരി. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണെന്ന് പറയുന്നു. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗമാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണമാണ് പെൻബ്രൽ ചന്ദ്രഗ്രഹണം. അതുപോലെ തന്നെ 3D ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള NLM എന്നിവയുടെ മൂല്യങ്ങൾ ചോദിച്ചാൽ n=3, l=2 ആൻഡ് m=-1 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. BAl, MgK എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിനനുസരിച്ച് ശരിയായ ക്രമം ചോദിച്ചാൽ എന്താണ് വരേണ്ടത്? K, Mg, Al, B ആ ഒരു രീതിയിലാണ് വരേണ്ടത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ pH മൂല്യം 7 കൂടുതലുള്ളത് മനുഷ്യ രക്തത്തിനാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഫിനോളും അനിലിനുമാണ്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ 2ാമത്തെ മാത്രമാണ് കേട്ടോ. നമ്മുടെ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നതാണ് ശരി ഉത്തരം.
ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയ്ക്ക് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടുന്നത് കപിൽ ദേവ്, സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, പിന്നെ നമ്മുടെ നീരജ് ചോപ്ര. ആരാണ്? നീരജ് ചോപ്ര അല്ലേ? അപ്പോൾ ഇത്രയും നല്ലൊരു ചോദ്യം നമ്മുടെ കേരള PSC തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A. സേതുമാധവനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ ആത്മോപദേശ ശതകം. അതുപോലെ തന്നെ മാമാങ്കത്തിൻ്റെ അന്ത്യത്തിന് കാരണമായത് ഹൈദരലിയുടെ ആക്രമണമാണ്. അടുത്ത മാത്സ് ആണ് കേട്ടോ. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. 52 ഓപ്ഷൻ C ആണ്. 53 ഓപ്ഷൻ B ആണ്. അടുത്ത 54ാമത്തത് ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. 55 ഓപ്ഷൻ D ആണ്. 56 ഓപ്ഷൻ A ആണ്. അതുപോലെ തന്നെ അടുത്ത് 57ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ 3 ആയിട്ടുണ്ട്. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ C ആണ്. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ്. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ D ആണ് കേട്ടോ. അങ്ങനെ മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷാണ്. ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദ പുവർ ആണ്. ദിസ് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് മൗണ്ടൈൻ ഇൻ ദ ഏരിയ എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ B. നെയ്തർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഹാസ് ദ ബുക്ക് ഐ നീഡ്. ഓപ്ഷൻ C. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ടു ലിസൺ ആൻഡ് വെൻറ്റ് ഓൺ ഗ്രംബ്ലിംഗ്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. അടുത്ത they showed her the easiest way to do it. The passive form is she was shown the easiest way to do it. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. A dash of sailors, a crew of sailors, her iron will and unflinching commitment put her on the top. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. If you are under a cloud എന്ന് വെച്ചാൽ you are in a trouble. അടുത്ത explanation of NCLT stands for National Company Law Tribunal. Pick out the correctly spelled word. dearth എന്നാണ്. DEARTH dearth കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അകത്തമ്മ ചമയുക എന്ന് പറഞ്ഞാൽ വലിയ മേന്മ നടിക്കുക എന്നാണ്. അതുപോലെ തന്നെ അടിയിൽ വരച്ചിരിക്കുന്ന പദങ്ങളുടെ ഒറ്റപ്പദം വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെടുന്ന വ്യക്തിയാണ് അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അന്തസ് വേണം ഇവിടെ, അന്തസ്. അടുത്ത 74ാമത്തെ ചോദ്യം എന്താണ്? അനശ്വരതയെ കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരതയുടെ ഓപ്പോസിറ്റാണ് നശ്വരം. നദിയുടെ പര്യായമല്ലാത്തത് ചോദിച്ചാൽ പാഥേയമാണ്. ബാക്കിയുള്ള ദ്വീപവതി, ധുനി, അതുപോലെ തന്നെ എന്താണ് സ്രോതസ് ഒക്കെ നദിയാണ്. വാക്ക് പ്ലസ് മയം വാങ്മയമാണ്. പിരിച്ചെഴുതുക പലവുരു, പല പ്ലസ് ഉരുവാണ് പലവുരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനമാണ് ദ്വിവചനം. നമ്മുടെ മലാല യൂസഫിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബി ആണെന്നറിയാം. അതിൽ ശരിയായിട്ടുള്ള വാക്യം ചോദിച്ചാൽ 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. ഇനിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് ഞാൻ കറക്റ്റായിട്ട് വായിക്കുന്നില്ല, ഞാൻ ഉത്തരം മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ. കാര്യം നമ്മൾ ഓൾറെഡി പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്. 81ാമത്തെ ഓപ്ഷൻ D ആണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ. 82 ഓപ്ഷൻ A 1 വർഷം വരെ കഠിന തടവെന്നുള്ളതാണ്. 83 67 B വകുപ്പ് പ്രകാരം എന്നുള്ളതാണ്. 84 ഒന്നാമത്തെ നടപടി മാത്രം എന്നുള്ളതാണ് ശരി ഉത്തരം. 85 ഓപ്ഷൻ A ആണ് 2 വർഷം വരെ വരുന്ന തടവ് എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 86ാമത്തത് 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. 87ാമത്തതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. 2ാമത്തെ പ്രസ്താവന മാത്രം ശരിയെന്ന് പറയുന്നതാണ് ശരി ഉത്തരം. 88ാമത്തത് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷ. 89 40 ദിവസത്തിനകം. 90 വകുപ്പ് 27A പ്രകാരം. 91 എന്ന് പറയുന്നത് 4ാമത്തെ പ്രസ്താവന മാത്രം ശരി എന്നുള്ളതാണ്. 92 ഓപ്ഷൻ B ആണ് കവർച്ച എന്ന് പറയുന്നതാണ്. 93 അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. 94 നോക്കുകയാണെങ്കിൽ 1 വർഷം വരെ. 95 ആണെങ്കിൽ ഓപ്ഷൻ A എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. 96 ആണെന്നുണ്ടെങ്കിൽ 3 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ പിഴയും. 97 ആണെങ്കിൽ ഓപ്ഷൻ C ആണ് 2ാമത്തെ പ്രസ്താവന മാത്രം ശരി എന്നുള്ളതാണ്. 98 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ B ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. 99 B ലൈംഗിക അതിക്രമം. 100ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. 3ാമത്തെ പ്രസ്താവന മാത്രം ശരി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയുടെ 100 ചോദ്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതിയവർ നിങ്ങളുടെ മാർക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് സത്യസന്ധമായി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കമൻറ്റ് വെച്ചിട്ടും നമുക്ക് പുതിയൊരു പോൾ ചെയ്യണം. ആ ഒരു പോളും കൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഓരോ ബറ്റാലിയനിലെയും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സിറ്റ് പോൾ പോലെ ഒരു കാര്യം അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ മാർക്ക് എക്സാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ തന്നെ കമൻറ്റായിട്ട് പറയാനായിട്ട് കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.